ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീമന്നാരായണീയം 100-ാം ദശകത്തിലെ വിഷയം ഒന്ന് ചുരുക്കി മനസ്സിലാക്കാം. നാരായണ ഭട്ടതിരി 100 ദിവസം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഭഗവാനെ നോക്കിക്കൊണ്ടിരുന്ന് 10 പദ്യങ്ങളുള്ള 100 ദശകങ്ങളിലായി രചിച്ച കൃതിയാണല്ലോ ശ്രീമന്നാരായണീയം. ഇതിലെ വർണ്ണനകളെല്ലാം തന്നെ ഗുരുവായൂരപ്പനോട് നേരിട്ട് പറയുന്ന രീതിയിലുള്ളതാണ്. 99 ദശകങ്ങളിലെയും വിഷയം ശ്രീമദ് ഭാഗവതത്തിലെ വിഷയം തന്നെയാണ്. ഓരോ ദശകത്തിലും തൻ്റെ കലശലായ വാതരോഗം മാറ്റിത്തരണേ എന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. 99 ദശകം രചിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വാതരോഗം മിക്കവാറും മാറുകയും അദ്ദേഹത്തിന് ഭഗവാന്റെ ദർശനം ലഭിക്കുകയും ചെയ്തു. താൻ കണ്ട ആ ഭഗവാന്റെ രൂപം ഭക്തജനങ്ങളുടെ സൗഭാഗ്യത്തിനായി അദ്ദേഹം കേശാദിപാദ വർണ്ണനയായി 100-ാം ദശകത്തിൽ വർണ്ണിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ ഉണർത്തുപാട്ടായി പീലീലയുടെ ശബ്ദത്തിൽ നാരായണ ഭട്ടതിരിയുടെ ഈ കേശാദിപാദ വർണ്ണന നാം കേൾക്കാറുമുണ്ടല്ലോ. ഓരോ പദ്യങ്ങൾ ചൊല്ലി അതിൻ്റെ ആശയം നോക്കാം. ആദ്യം 1-ാമത്തെ പദ്യം ചൊല്ലാം. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈരാവീതം നാരദാദ്യൈർവിലസതുപനിഷത്സുന്ദരീമണ്ഡലൈശ്ച. അഗ്രേ മുമ്പിൽ, പശ്യാമി ഞാൻ കാണുന്നു, തേജോ എന്ന് പറഞ്ഞാൽ തേജ, ഒരു തേജസ് ഞാൻ മുമ്പിൽ കാണുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. നിബിഡതരകളായാവലി ലോഭനീയം. നിബിഡതരം വെച്ചാൽ ഇടതൂർന്ന്, കളായ ആവലി കായാമ്പൂക്കളുടെ ലോഭനീയം, കായാമ്പൂക്കൾക്ക് തുല്യം മനോഹരമായിട്ടുള്ള ഒരു തേജസ്സാണ് മുമ്പിൽ കാണുന്നത്. പീയൂഷാപ്ലാവിത അഹം, അഹം ഞാൻ പീയൂഷാപ്ലാവിത, പീയൂഷത്തിൽ മുങ്ങിയതുപോലെ, അതായത് അമൃതിൽ മുങ്ങിയതുപോലെ എനിക്ക് തോന്നി ആ തേജസ് കണ്ടപ്പോൾ. തദനു അനന്തരം തതുദരെ, അതിൻ്റെ ഉദരത്തിൽ, അതായത് ആ തേജസ്സിൻ്റെ മധ്യഭാഗത്തായിട്ട് ദിവ്യ കൈശോരവേഷം, ഒരു ദിവ്യമായിട്ടുള്ള ഒരു കിശോരൻ്റെ രൂപം കാണാൻ സാധിച്ചു. കിശോരൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ രൂപം. അത് താരുണ്യാരംഭരമ്യം ആയിട്ടുള്ള കിശോരൻ്റെ വേഷമാണ്. യൗവനാരംഭം കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു കുട്ടിയുടെ രൂപമാണ് കാണാൻ കഴിഞ്ഞത്. പരമസുഖ രസാസ്വാദ രോമാഞ്ചിതാംഗൈഹി ആവീതം നാരദാദ്യൈഹി. നാരദൻ തുടങ്ങിയ മഹർഷിമാരാൽ ആവീതം ചുറ്റപ്പെട്ട്, ഈ നാരദൻ തുടങ്ങിയ മഹർഷിമാരുടെ വിശേഷണമാണ് പറഞ്ഞത്. പരമസുഖ രസാസ്വാദ രോമാഞ്ചിതാംഗൈഹി, പരമാനന്ദ രസം ആസ്വദിച്ചതിനാൽ ഉണ്ടായ രോമാഞ്ചത്തോടു കൂടിയ അംഗങ്ങളോടുകൂടിയ നാരദൻ തുടങ്ങിയ മഹർഷിമാരാൽ ചുറ്റപ്പെട്ട്, അതുപോലെ വിലസത് ഉപനിഷത് സുന്ദരീ മണ്ഡലൈഹി, ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സുന്ദരീ മണ്ഡലങ്ങളോടും ചുറ്റപ്പെട്ട്. സുന്ദരീ മണ്ഡലം അവിടെ ഗോപസുന്ദരിമാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഗോപസുന്ദരിമാരാലും ചുറ്റപ്പെട്ട് ഉള്ള ദിവ്യ കൈശോരവേഷം, ദിവ്യമായ ഒരു കിശോര രൂപം അഗ്രേ പശ്യാമി ഞാൻ കാണുന്നു. നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലയിതമുദയചന്ദ്രകൈഃ പിഞ്ചജാലൈഃ മന്ദാരസൃങ്നിവീതം തവ പൃഥുകബരീഭാരമാലോകയേഹം സ്നിഗ്ധശ്വേതോർധ്വപുണ്ഡ്രാമപി ച സുലളിതാം ബാലബാലേന്ദുവീഥീം. പൃഥു കബരീഭാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അങ്ങയുടെ പൃഥു കബരീഭാരം, കബരീഭാരം എന്ന് പറഞ്ഞാൽ തലമുടി, നീലാഭമാണത്, നീല നിറത്തിൽ ശോഭയുള്ളതാണ്. കുഞ്ചിതാഗ്രം, അഗ്രം വളഞ്ഞതാണ്. ഘനം, ഇടതൂർന്നതാണ്. അമലതരം, നല്ല ഏറ്റവും പരിശുദ്ധമാണ്. സംയതം ചാരുഭംഗ്യ, ചാരുഭംഗ്യ സംയതം, നല്ല മനോഹരമായി കെട്ടിവെച്ചിട്ടുള്ളതാണ്. രത്നോത്തംസാഭിരാമം, രത്നം പതിച്ച
ഉത്തംസോ അതായത് ഒരു കിരീടം കൊണ്ട് അഭിരാമമാണ്. വലയിതം ഉദയചന്ദ്രകൈഹി പിഞ്ചജാലേഹി. ഉദയചന്ദ്രകങ്ങൾ അതായത് പീലിക്കണ്ണുകളോടുകൂടിയ പിഞ്ചജാലേഹി, പീലികൾ വലയം ചെയ്തിട്ടുള്ളതാണ്, ചുറ്റും കെട്ടിവെച്ചിട്ടുള്ളതാണ്. മന്ദാരസ്രങ് നിവീതം, മന്ദാരസ്രഖ് എന്ന് പറഞ്ഞാൽ മന്ദാരമാല കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതാണ്, മന്ദാര പൂമാല ചുറ്റിക്കെട്ടിയിട്ടുള്ളതാണ്. തവ പൃഥു കബരിഭാരം, അങ്ങനെയുള്ള അങ്ങയുടെ പൃഥു കബരിഭാരം, പൃഥു എന്ന് പറഞ്ഞാൽ തടിച്ചത് അല്ലെങ്കിൽ വലിയ ആ മുടിക്കെട്ട് ആലോകയെ കാണുന്നു. അഹം ആലോകയെ ഞാൻ കാണുന്നു. കേശാദിപാദമാണല്ലോ, അപ്പൊ കേശം മുതൽ താഴോട്ട് ആദ്യം ആ തലമുടിക്കെട്ട് കാണുന്നു. സ്നിഗ്ധശ്വേതോർധപുണ്ട്രാം അവിച സുലളിതാം ഭാലബാലേന്ദു വീതി. ഭാലം നെറ്റിത്തടമാണ് പിന്നെ പറയുന്നത്. സ്നിഗ്ധമാണ്, മൃദുത്വമുള്ളതും, ശ്വേതം വെളുത്തതും ആയിട്ടുള്ള ഊർധ്വപുണ്ട്രം എന്ന് പറഞ്ഞാൽ ഗോപിക്കുറി. അപിച്ച മാത്രമല്ല, ഈ തലമുടിക്കെട്ട് മാത്രമല്ല ഞാൻ കാണുന്നത്, പിന്നെന്താണ്, നെറ്റിത്തടം, അതിൽ ഗോപിക്കുറി തൊട്ടിട്ടുണ്ട്. സുലളിതാം ഭാലബാലേന്ദു വീതി, ഈ നെറ്റിത്തടത്തെ ഈ ബാലേന്ദുവിനോട്, ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ബാലേന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കലയോട് സാദൃശ്യപ്പെടുത്തുമല്ലോ. അപ്പോൾ ബാലേന്ദു വീതിയും ആ മനോഹരമായിട്ടുള്ള നെറ്റിത്തടവും ഞാൻ കാണുന്നു. അഹം ആലോകയെ ഞാൻ കാണുന്നു. അടുത്ത ശ്ലോകം നോക്കാം. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചലഭ്രൂവിലാസൈഹി ആനീലസ്നിഗ്ധപഷ്മാവലിപരിലസിതം നേത്രയുഗ്മം വിഭോത്തെ സാന്ദ്രച്ഛായം വിശാലാരുണകമലദളാകാരമാമുഗ്ധതാരം കാരുണ്യാലോകലീലാശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. പൂർണ്ണാനുകമ്പ, പൂർണ്ണമായ അനുകമ്പ, നിറഞ്ഞ അനുകമ്പ, കാരുണ്യക്കടൽ എന്ന് പറയുമല്ലോ, അതുപോലെ കാരുണ്യമാകുന്ന അർണവം എന്ന് വെച്ചാൽ സമുദ്രം, കാരുണ്യ സമുദ്രത്തെ, നിറഞ്ഞ കാരുണ്യ സമുദ്രത്തിലെ മൃദുലഹരി, മൃദുവായ ലഹരി എന്ന് പറഞ്ഞാൽ തിരമാല, അതായത് മൃദുലഹരി എന്ന് പറയുമ്പോൾ ചെറിയ ഓളങ്ങൾ പോലെ ചഞ്ചലം ഇളകിക്കൊണ്ടിരിക്കുന്ന ഭ്രൂവിലാസത്തോടുകൂടി, ഭ്രൂ എന്ന് പറഞ്ഞാൽ പുരികക്കൊടികളുടെ വിലാസം ഹൃദ്യമാണ്, വളരെ ഹൃദയാകർഷകമാണ്. ആനീല സ്നിഗ്ധ പഷ്മാവലി പരിലസിതം നേത്രയുഗ്മത്തിന്റെ കാര്യം, രണ്ട് നേത്രങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അതായത് ആനീല സ്നിഗ്ധ പഷ്മാവലി, നീല നിറത്തിലുള്ള സ്നിഗ്ധം മൃദുവായിട്ടുള്ള പഷ്മാവലി, പഷ്മം എന്ന് പറഞ്ഞാൽ ഈ കൺപീലികൾ, അങ്ങനെ പീലികൾ പരിരസിക്കുന്ന നേത്രയുഗ്മമാണ്. പിന്നീട് സാന്ദ്രഛായം വിശാലാരുണ കമലദളാകാരം ആമുഗ്ധതാരം നേത്രയുഗ്മം. സാന്ദ്രഛായം വളരെ മനോഹരവും, വിശാലമായിട്ടുള്ളതും, അരുണ വർണ്ണം അതായത് ചുവപ്പ് വർണ്ണത്തിലുള്ള കമലദളം, താമരപ്പൂവിൻ്റെ ഇതളുകൾക്ക് തുല്യമായിട്ടുള്ളതും ആയ അങ്ങയുടെ കണ്ണുകൾ, അത് ആമുഗ്ധതാരം അതായത് അതിമനോഹരങ്ങളായിട്ടുള്ള കൃഷ്ണമണിയോട് കൂടിയതുമായിട്ടുള്ള നേത്രയുഗ്മം, അങ്ങയുടെ നേത്രയുഗ്മം. വിഭോ അല്ലയോ ഗുരുവായൂരപ്പ, കാരുണ്യാലോക ലീലാശിശിരിത ഭുവനം, ആ നേത്രയുഗ്മം കാരുണ്യാലോക ലീലാശിശിരിത ഭുവനം, ഭുവനത്തെയൊക്കെ ശിശിരിതമാക്കുന്ന, ഈ ലോകത്തെയൊക്കെ കുളിർപ്പിക്കുന്ന കാരുണ്യത്തോടുകൂടിയുള്ള അങ്ങയുടെ ആ നോട്ടം. ക്ഷിപ്യതാം മയി അനാഥേ, അനാഥനായ മയി എന്നിൽ ക്ഷിപ്യതാം, എന്നിൽ പതിപ്പിച്ചാലും, അതായത് അങ്ങ് എന്നെ കാരുണ്യത്തോടുകൂടി നോക്കണമേ. അടുത്തത് ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുര പ്രോല്ലസദ്ഗണ്ഡപാളി വ്യാലോലത്കർണപാശാഞ്ചിതമകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദ്ദന്തപംക്തി സ്ഫുരതരുണതരച്ഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രമുദ്ഭാസതാം മേ. ഉത്തുംഗോല്ലാസിനാസം, ഉയർന്ന് ശോഭിക്കുന്ന നാസികകള്. ഹരിമണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലം
ത്തിന്റെ മുകുരം കണ്ണാടി പോലെ പ്രോല്ലസത് ഗണ്ഡവാളി ഉല്ലസിക്കുന്ന ഗണ്ഡപാളി. ഗണ്ഡം എന്ന് പറഞ്ഞാൽ കവിൾത്തടങ്ങളിലെ ഇന്ദ്രനീല കണ്ണാടി പോലെ ശോഭിക്കുന്ന ആ കവിൾത്തടത്തിലെ വ്യാലോലസ് ഇളകിക്കൊണ്ടിരിക്കുന്ന കർണപാശാഞ്ചിത മകരമണി കുണ്ടല ദ്വന്ദ്വദേവം. മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങൾ കർണപാശാഞ്ചിതമാണ്. കർണങ്ങളിൽ ധരിച്ചിരിക്കുന്ന ആ മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങൾ ദ്വന്ദ്വദീപ്രം, കുണ്ടലദ്വന്ദ്വങ്ങൾ, 2 കുണ്ടലങ്ങൾ കൊണ്ട് പ്രകാശിക്കുന്ന ആ കവിൾത്തടങ്ങൾ. ഉന്മീല ദന്തപംക്തി, കുറച്ചു മാത്രം കാണാൻ സാധിക്കുന്ന ദന്തപംക്തി, പല്ലുകള് സ്ഫുരതരുണധര പ്രകാശിക്കുന്നതും അരുണതരം, അതായത് നല്ല ചുവപ്പ് നിറത്തിലുള്ളതുമായ ബിംബാധരം, അധരങ്ങള്, ഏറ്റവും നല്ല ചുവപ്പ് നിറത്തിലുള്ള അധരങ്ങള്. അതിന്റെ അതിന്റെ ഇടയ്ക്കൂടെ പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്ത്രം, പ്രീതി ഒഴുകുന്നതായ ആ മന്ദസ്മിതം കൊണ്ട് മധുരതരമായിട്ടുള്ള ആ വക്ത്രം, ആ മുഖം. ഉദ്ഭാസതാം മേ എനിക്ക്, ഉദ്ഭാസതാം എനിക്ക് കാണാൻ സാധിക്കണമേ. ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയഭൃതാ ശോണപാണിപ്രവാളേനോപാത്താം വേണുനാളീം പ്രസൃതനഖമയൂഖാങ്കുലീ സംഘശാരാം കൃത്വാ വക്ത്രാരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനൈഃ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈഃ സിഞ്ച മേ കർണവീഥീം. ബാഹുദ്വന്ദ്വേന 2 ബാഹുക്കളെ കൊണ്ട്, കൈകള്, രത്നോജ്വല വലയഭൃതാം, രത്നങ്ങൾ പതിച്ച് ഉജ്ജ്വലമായിട്ടുള്ള വലയം, വളകൾ വലയഭൃത്താണ്, അതായത് വളകൾ ധരിച്ചിട്ടുള്ള ശോണപാണിപ്രവാളേന ഉപാത്താം വേണുനാളി, ശോണം ചുവപ്പ് നിറത്തിലുള്ള ആ കൈത്തളിരിലെ ഉപാത്താം പിടിച്ചിരിക്കുന്ന വേണുനാളി, ഓടക്കുഴലൂടി പ്രസൃത നഖമയൂഖാങ്കുലി സംഘശാരാമാണ്. നഖത്തിന്റെ ഭംഗി പരത്തുന്ന കൈവിരലുകൾ കൊണ്ട് പിടിച്ചിരിക്കുന്ന ആ വേണുനാളിയും ഓടക്കുഴല്. കൃത്വാ വക്ത്രാരവിന്ദേ കൃത്വ, ഈ വേണുനാളിയെ, ആ ഓടക്കുഴലിനെ വക്ത്രാരവിന്ദേ കൃത്വ, മനോഹരമായിട്ടുള്ള അരവിന്ദം പോലെയുള്ള വക്ത്രം, അതായത് മനോഹരമായ ചുണ്ടുകളിൽ കൃത്വ ചേർത്ത് വെച്ചിട്ട്, സുമധുര വികസദ് രാഗം, നല്ല മനോഹരമായിട്ടുള്ള രാഗം, ഉദ്ഭാവ്യമാനൈഹി പ്രകാശിപ്പിക്കുന്ന, ശിശിരിത ഭുവനൈഹി ഈ ഭുവനത്തെ മുഴുവൻ കുളിർപ്പിക്കുന്ന, ശബ്ദബ്രഹ്മാമൃതൈഹി ശബ്ദബ്രഹ്മാമൃതം കൊണ്ട്, ശബ്ദബ്രഹ്മമാകുന്ന അമൃത് കൊണ്ട്, ത്വം അങ്ങ്, മേ കർണവീഥീം സിഞ്ച എൻ്റെ കാതുകളെ നനയിച്ചാലും എന്ന് പറഞ്ഞാൽ എൻ്റെ കാതുകൾക്ക് കുളിർമ നൽകണമേ. അങ്ങയുടെ ഒടക്കുഴൽ ഗാനം എൻ്റെ കാതുകളെ കുളിർപ്പിക്കണമേ. ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീപ്രഹാരപ്രധാനം നാനാവർണപ്രസൂനാവലികിസലൈനീം വന്യമാലാം വിലോലല്ലോലംബാം ലംബമാനാമുരസി തവ തഥാ ഭാവയേ രത്നമാലാം. ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭിഃ ഭംഗിയുള്ള കൗസ്തുഭശ്രീ, കൗസ്തുഭമണിയുടെ ശോഭയാൽ അരുണിതം ചുവന്നതും കോമളം മനോഹരവുമായ കണ്ഠദേശം കഴുത്ത്, വക്ഷ പിന്നെ വക്ഷസ് മാറിടത്തിൽ ശ്രീവത്സരമ്യം ശ്രീവത്സം കൊണ്ട് മനോഹരമാണ്. തരളതര സമുദ്ദീപ്രഹാരപ്രധാനം തരളതരം ആയിട്ടുള്ള, അതായത് ഇളകുന്നതും തരളതര സമുദ്ദീപ്രം, അതായത് നല്ല പ്രകാശിക്കുന്ന ഹാരപ്രധാനം, ഹാരം ധരിച്ചിട്ടുള്ള, ഹാരം മുത്തുമാലകൾ ധരിച്ചിട്ടുള്ള വക്ഷസ്. നാനാവർണപ്രസൂനാവലി കിസലൈനിയും വന്യമാല പല വർണ്ണത്തിലുള്ള പൂക്കൾ കൊണ്ടും, കിസലയം എന്ന് പറഞ്ഞാൽ തളിരുകൾ കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള വന്യമാല. വിലോലൽ ലോലംബം ഈ വന്യമാലകൾ, ഈ വനമാലയിലെ ഇളകിക്കൊണ്ടിരിക്കുന്ന വണ്ടുകൾ, ആ മനോഹരമായ പൂക്കൾ, പുതുപൂക്കൾ കൊണ്ട് കെട്ടിയ വനമാലയിലെ
അതിലെ തേൻ കുടിക്കാൻ വേണ്ടി പറക്കുന്ന വണ്ടുകളോടും കൂടിയ ആ വനമാല തവ ഉരസി ലംബമാന അങ്ങയുടെ മാറിടത്തിൽ ചാർത്തിയിട്ടുള്ള ആ വനമാലയും തഥാ അപ്രകാരം രത്നമാലാം ഭാവേ രത്നമാലയും ധരിച്ചിട്ടുള്ള അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു. അംഗേ പഞ്ചാംഗരാഗൈരതിശയ വികസ സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകീ വിദതിമപി കൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാശ്മന്യസ്തതപ്തോജ്വലകനകനിഭം പീതചേലം ദധാനം ധ്യായാമോ ദീപ്തരശ്മിസ്ഫുടമണിരശനാകിങ്കിണീ മണ്ഡിതം ത്വാം. അംഗേ പഞ്ചാംഗരാഗൈരതിശയവികസ സൗരഭാകൃഷ്ടലോകം. അതായത് അംഗങ്ങളിൽ ശരീരത്തിൽ പഞ്ചാംഗരാഗം 5 സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കിയിട്ടുള്ള കുറിക്കൂട്ട് അതിശയ വികസ സൗരഭം അത്യധികമായ എങ്ങും പരക്കുന്ന സൗരഭ്യം കൊണ്ട് ആകൃഷ്ടലോകം ലോകത്തെ മുഴുവൻ ആകർഷിക്കുന്നവനും ലീനമായിട്ട് ഉള്ളിൽ ലയിച്ചിരിക്കുന്ന അനേക ത്രിലോകി അതായത് അനേക ബ്രഹ്മാണ്ടങ്ങൾ ലയിച്ചിരിക്കുന്നു. എങ്ങനെയാണെങ്കിലും കൃശാം ബിഭ്രതം മധ്യവല്ലി കൃശമായിട്ടുള്ള അതായത് മെലിഞ്ഞ മധ്യവല്ലിയും ബിഭ്രതം. മധ്യവല്ലി എന്ന് പറഞ്ഞാൽ ആ മധ്യഭാഗം ആ വയറിൻ്റെ ആ ഭാഗം കൃശമാണ്. ഇത്രയും ബ്രഹ്മാണ്ടങ്ങളെയൊക്കെ ലയിച്ച് കിടക്കുന്നുണ്ടെങ്കിലും കൃശമായിട്ടുള്ള മധ്യഭാഗത്തോടു കൂടിയവനും ശക്രാശ്മന്യസ്ത തപ്തോജ്വല കനകനിഭം ഇന്ദ്രനീലം പതിച്ചിട്ടുള്ള തപ്തോജ്വലം കനകനിഭം ചൂടുപിടിപ്പിച്ചത് ഉജ്ജ്വലവുമായിട്ടുള്ള കനകത്തിന് തുല്യമായിട്ടുള്ള പീതചേലം മഞ്ഞപ്പട്ട് ദധാനം ധരിച്ചിരിക്കുന്നവനുമായ ത്വാം എന്നെടുക്കണം ലാസ്റ്റിലുള്ള ത്വാം അങ്ങയെ ധ്യായാമഹ ഞാൻ ധ്യാനിക്കുന്നു. ദീപ്തരശ്മി സ്ഫുടമണി രശനാ കിങ്കിണീ മണ്ഡിതം മിന്നിത്തിളങ്ങുന്നതുമായിട്ടുള്ള രത്നങ്ങൾ പതിച്ച രശന എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം. രത്നങ്ങൾ പതിച്ചിട്ടുള്ള അരഞ്ഞാണവും ആ അരഞ്ഞാണത്തിലുള്ള കിങ്ങിണികൾ കിലുങ്ങുന്ന കിങ്ങിണികൾ കൊണ്ട് അലങ്കൃതമായ ത്വാം അങ്ങയെ ധ്യായാമഹ ഞാൻ ധ്യാനിക്കുന്നു. ഊരൂ ചാരൂ തവോരൂ ഘനമസൃണരുചൗ ചിത്തചോരൗരമായാഹ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനമ്രാണാം പുരസ്താന്യസനധൃത സമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ. ഉരു ചാരു എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ളതും ഉരു നല്ല കനത്തതും തവ ഊരു അങ്ങയുടെ 2 തുടകൾ ഊരു എന്ന് ദ്വിവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഘനമസൃണ രുചവും ഘനം ഉള്ളതുമാണ് മസൃണവുമാണ് അതായത് മൃദു ആയിട്ടുള്ള ഭംഗിയുള്ളതാണ്. ചിത്തചോരവും രമായാഹ രമയുടെ അതായത് ലക്ഷ്മി ദേവിയുടെ ചിത്തത്തെ അപഹരിക്കുന്നതാണ്. വിശ്വക്ഷോഭം വിശങ്ക്യ ഈ ലോകരുടെ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകും എന്ന് സംശയിച്ചിട്ടെന്നപോലെ എല്ലാ സമയത്തും മഞ്ഞപ്പട്ടുകൊണ്ട് മൂടിയതും ആയിട്ടുള്ള അങ്ങയുടെ 2 തുടകളും ആ നമ്രാണം നമസ്കരിക്കുന്നവർക്ക് നൽകാനായിട്ട് സകല അഭീഷ്ടങ്ങളും നിറച്ചു വച്ചിരിക്കുന്നത് പോലെയുള്ള ജാനുദ്വയം 2 കാൽമുട്ടുകൾ. ആ കാൽമുട്ടുകൾ കണ്ടാൽ തോന്നും നമസ്കരിക്കുന്നവർക്ക് കൊടുക്കാനുള്ളതെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്ന മണിച്ചെപ്പാണ് എന്ന് തോന്നും. ക്രമപൃഥുല മനോജ്ഞേജ ജംഘേ നിഷേവി ക്രമപൃഥുലം ക്രമമായിട്ട് മേലോട്ട് വണ്ണം കൂടി മനോഹരമായിട്ടുള്ള ജംഘ കണങ്കാലുകളും നിഷേവേ ഞാൻ ധ്യാനിക്കുന്നു. മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയ ഇത്യാലപന്തം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജന്നഖര ഹിമകരജ്യോത്സ്നയാചാശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രീം തതിമനുകലേ മംഗലാമംഗുലീനാം. മഞ്ജീരം കാൽച്ചിലമ്പ് മഞ്ജുനാദങ്ങളെ കൊണ്ട് മനോഹരമായ നാദം കൊണ്ട് പദഭജനം ശ്രേയ ഇത്യാലബന്ധം
പദഭജനം ശ്രേയസ്സാണ് എന്നിങ്ങനെ ആലപിക്കുന്നത് പോലെ തോന്നും. പാദാഗ്രം ആണെങ്കിലോ ഭ്രാന്തി മജ്ജത് പ്രണതജനം. ഭ്രാന്തി എന്ന് പറഞ്ഞിരിക്കുന്നത് മായയിൽ മുങ്ങിയ ജനങ്ങളുടെ മനോമന്ദരോദ്ധാരവും, മനസ്സാകുന്ന മന്ദരപർവ്വതത്തെ ഉയർത്തുന്ന കൂർമ്മം ആയിട്ടുള്ള പാദാഗ്രം. കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമ. ഭഗവാൻ ആമയായിട്ട് അവതാരം എടുത്ത് മന്ദരപർവ്വതത്തെ ഉയർത്തി. അതുപോലെ ഇവിടെ മായയിൽ മുങ്ങിയ ഭക്തജനങ്ങളുടെ മനസ്സാകുന്ന മന്ദരപർവ്വതത്തെ ഉയർത്തുന്ന ആമയ്ക്ക് തുല്യമായിട്ടുള്ള ആ പാദാഗ്രം, മനോഹരമായ പാദത്തിൻ്റെ പുറവടിയെ ആമയോട് സാദൃശ്യപ്പെടുത്താറുണ്ട്. ഉത്തുംഗം, അതായത് ഉയർന്ന ആതാമ്ര രാജൻ നഖര ഹിമകരം, മനോഹരമായി തിളങ്ങുന്ന ആ നഖങ്ങൾ ഹിമകര ജ്യോത്സ്നയാണ്. ഹിമകരൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ജ്യോത്സ്ന, നിലാവ് പോലെ ശോഭിക്കുന്നു. ആശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രി, ആശ്രയിക്കുന്നവരുടെ സന്താപമാകുന്ന ധ്വാന്തത്തെ, ഇരുട്ടിനെ എല്ലാം ഹന്ത്രീം ഇല്ലാതാക്കുന്നതാണ്. തൻ്റെ പാദത്തെ ആശ്രയിച്ചു വരുന്ന ഭക്തജനങ്ങളുടെ ദുഃഖത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നതാണ്. തതിമനുകലയെ മംഗലാം അങ്കുലീന, മംഗലത്തെ നൽകുന്ന അങ്കുലികൾ, വിരലുകൾ. തതി എന്ന് പറഞ്ഞാൽ കൂട്ടം, ആ വിരലുകളുടെ നിരയെയും അനുകലയെ ഞാൻ ധ്യാനിക്കുന്നു. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. യോഗീന്ദ്രന്മാർക്ക് ത്വദംഗേഷു അധിക സുമധുരം, അങ്ങയുടെ അംഗങ്ങളിൽ ഏറ്റവും സുമധുരമായിട്ടുള്ളത് മുക്തിഭാജാം നിവാസം, മോക്ഷം പ്രാപിച്ചവരുടെ നിവാസസ്ഥാനം ആയിട്ടുള്ളതും എന്താണ്? പാദമൂലം. ഭക്താനാം കാമവർഷദ്യുതരു കിസലയം ആണ്. ഭക്തന്മാർക്ക് കാമവർഷദ്യുതരു കിസലയം, കാമത്തെ വർഷിക്കുന്ന, ആഗ്രഹങ്ങളെയൊക്കെ സാധിച്ചു കൊടുക്കുന്ന ദ്യുതരു. തരു എന്ന് പറഞ്ഞ വൃക്ഷം, ദ്യുതരു ദേവവൃക്ഷം, അതായത് കൽപ്പവൃക്ഷം. ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെയൊക്കെ സാധിച്ചു കൊടുക്കുന്ന കൽപ്പവൃക്ഷത്തിലെ കിസലയം, തളിരി പോലെ ആയ തേ പാദമൂലം, അങ്ങയുടെ ഉള്ളംകാൽ. നാഥ, അല്ലയോ നാഥ, അങ്ങയുടെ പാദം യോഗീന്ദ്രന്മാർ ആശ്രയിക്കുന്നതാണ്. അതുപോലെ മോക്ഷം പ്രാപിച്ചവരുടെ നിവാസസ്ഥാനമാണ്. അങ്ങയുടെ അവയവങ്ങളിൽ ഏറ്റവും സുമധുരമാണ് യോഗീന്ദ്രന്മാർക്ക്. അതുപോലെ ഭക്തന്മാർക്ക് അവർക്ക് എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുക്കുന്ന ആ ഉള്ളംകാൽ. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ, നിത്യം മേ ചിത്തസ്ഥിതം, എന്നും എൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്ത് പവനപുരപദേ, അല്ലയോ ഗുരുവായൂരപ്പ കൃഷ്ണ കാരുണ്യസിന്ധോ, അത്യധികമായ കാരുണ്യം ചൊരിയുന്ന അല്ലയോ ഭഗവാനെ. ഹൃത്വ നിശേഷതാപാൻ, ഹൃത്വ ഹരിച്ചിട്ട്, ഇല്ലാതാക്കിയിട്ട്, നിശേഷതാപാൻ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കിയിട്ട്, പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം പ്രതിശതു, പരമാനന്ദത്തിൻ്റെ സമൃദ്ധിയെ എനിക്ക് നൽകണമേ. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാഃ സ്തോത്രം ചെയ്തത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്പീതം ലീലാവതാരൈരിതമിഹ കുരുതാമായുരാരോഗ്യസൗഖ്യം. അജ്ഞാത്വാ തേ മഹത്വം അജ്ഞാത്വ, അങ്ങയുടെ മഹത്വത്തെ അറിയാതെ, യത് ഇഹ നിഗദിത, ഇവിടെ എന്തൊക്കെയാണോ ഞാൻ പറഞ്ഞത്, വിശ്വനാഥ അല്ലയോ ലോകനാഥ ക്ഷമേധാഹ, അങ്ങ് ക്ഷമിക്കണമേ. സ്തോത്രം ച ഏതത് സ്തോത്രം, ഈ സ്തോത്രം സഹസ്രോത്തരമധികതരം 1000-ലധികം വരുന്ന ശ്ലോകങ്ങളോടുകൂടിയ ഈ സ്തോത്രം ത്വത്പ്രസാദായ ഭൂയാത്, അങ്ങയുടെ പ്രസാദത്തിനായിട്ട് ഭവിക്കട്ടെ. ദ്വേധ നാരായണീയം, 2 തരത്തിലും നാരായണീയമാണ്. നാരായണനെ സംബന്ധിച്ചുള്ളത് എന്നതുകൊണ്ടും നാരായണ ഭട്ടതിരി രചിച്ചു എന്നതുകൊണ്ടും
ദ്വേധ 2 തരത്തിൽ നാരായണീയമാണ്. ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന. ശ്രുതിഷു അതായത് വേദങ്ങളിലെ ജനുഷ അവതാരങ്ങളെ കൊണ്ട് സ്തുത്യതാ വർണ്ണനേന സ്തുതിക്കപ്പെടേണ്ടവനാണ് ഈശ്വരൻ എന്നതുകൊണ്ട് ലീലാവതാരൈഹി ഭഗവാന്റെ അവതാരങ്ങൾ കൊണ്ട് സ്പീതം പരിപുഷ്ടമാക്കപ്പെട്ട ഈ സ്തോത്രം, ഇതം എന്ന് പറഞ്ഞാൽ ഈ സ്തോത്രം, ഇഹ ഇവിടെ ആയുരാരോഗ്യ സൗഖ്യം കുരുത, ആയുരാരോഗ്യ സൗഖ്യത്തെ നൽകട്ടെ, ആയുസ്സിനെയും ആരോഗ്യത്തെയും സൗഖ്യത്തെയും നൽകട്ടെ. ഈ പദ്യത്തിലെ അവസാന വാക്കായ ആയുരാരോഗ്യ സൗഖ്യം എന്നത് ഭട്ടതിരി ഈ സ്തോത്രകാവ്യം രചിച്ച് സമർപ്പിച്ച ദിവസത്തെ പരൽപ്പേര് അഥവാ കടവയാദി സംഖ്യാരീതിയിൽ സൂചിപ്പിക്കുന്നു. ഓരോ അക്ഷരത്തിന് ഇത്ര വീതം സംഖ്യ എന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണ് ഈ സംഖ്യാരീതി. കലിയുഗ ആരംഭം മുതൽ ഇത്രാമത് ദിവസം എന്നത് വെച്ച് ആയുരാരോഗ്യ സൗഖ്യം എന്നത് ദിവസം കണക്കാക്കി കൊല്ലവർഷം 762 വൃശ്ചികം 28-ാം തീയതിയാണ് നാരായണീയം സമർപ്പിച്ചത് എന്ന് കണക്കാക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.